ഇതാണ് കേട്ടോ എൻ്റെ പേരൻസ്. കാനഡയിൽ നിന്ന് നാട്ടിലേക്ക് എൻ്റെ ഒരു അനിയത്തി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കയ്യിൽ ഞാൻ ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്തു വിട്ടു എൻ്റെ പേരൻസിന് വേണ്ടിയിട്ട്, കൂടെ ചോക്ലേറ്റ്സും. അതിൻ്റെ കൂടെ തന്നെ ഒരു ലവ് ലെറ്ററും. ലവ് ലെറ്റർ വായിച്ചിട്ടുള്ള എൻ്റെ അമ്മയുടെ കരച്ചിലാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ പേരൻസിന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൊടുക്കുക എന്നാണ്. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരാൻ തന്നെ കാരണം എന്ന് പറയുന്നത് എൻ്റെ പേരൻസാണ് കേട്ടോ. കാരണം കുഞ്ഞിലേ തൊട്ടേ എന്നോടും എൻ്റെ ചേച്ചിയോടും ഒരു കാര്യത്തിന് പോലും നോ പറഞ്ഞിട്ടില്ല. അതിപ്പോൾ അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പം വാങ്ങിക്കൊണ്ട് വരുന്ന ഓരോ പലഹാരത്തിനാണെങ്കിലും, ഞാനിപ്പോൾ കാനഡയിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴാണെങ്കിലും, പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മയും അച്ഛനും, പ്രത്യേകിച്ച് അച്ഛൻ, രണ്ടുപേരും ഒരേപോലെ ഒരു കാര്യത്തിന് പോലും നോ പറഞ്ഞിട്ടില്ല. നാട്ടുകാർ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ടില്ല. പലരും പറഞ്ഞിട്ടുണ്ട് കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുകയെന്ന്. അതേപോലെ കൊഞ്ചിച്ചും ഇപ്പോഴും എന്നെ എടുത്തും എന്നെ മടിയിലിരുത്തിയാണ് എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയത്. അതേപോലെ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നത്,